നിർധനരായ കുടുംബത്തിൽപ്പെട്ട ബിജിത്ത് പഠിക്കാൻ മിടുക്കനായിരുന്നു. മകനെ പഠിപ്പിച്ച് കുടുംബത്തിന് താങ്ങാക്കി മാറ്റുകയായിരുന്നു ആ മാതാപിതാക്കളുടെ ഏക ലക്ഷ്യം. ബിജിത്തിന് നാട്ടിൽ പോലും അടുത്ത സുഹൃത്തുക്കളായി ആരുമില്ലെന്ന് അമ്മ ഡാലിമോളും പറയുന്നു. കോളേജിൽ നിന്ന് മടങ്ങിയെത്തിയാൽ അവൻ തിരുവല്ലത്തെ ജിമ്മിലേക്ക് പോകാറുണ്ട്. സന്ധ്യയ്ക്ക് മടങ്ങിയെത്തും. പിന്നെ പുറത്തു പോകാറേയില്ല. തനിക്കും മകൾക്കുമൊപ്പമാണ് അവൻ കിടന്നുറങ്ങാറുള്ളത് പോലും. കണ്ണീരോടെ അമ്മ ഡാലിമോളുടെ വാക്കുകളാണിത്. സംഭവ ദിവസം ഉച്ചയോടുകൂടി പിതാവ് ബിജു മകനെ കൂട്ടി വീട്ടിലെത്തിയിട്ടും ആരും അവനെ വഴക്കൊന്നും പറഞ്ഞിരുന്നില്ല. തുടർന്ന് പിതാവ് ജോലിക്കായി പുറത്തു പോവുകയും ചെയ്തു. അവശനായി വീട്ടിലെത്തിയ മകനെ കുളിപ്പിച്ച ശേഷം ഇനി ഇങ്ങനെ ഉണ്ടാവാതെ നോക്കണമെന്ന് അമ്മ ആശ്വസിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മുറിയിലേക്ക് പോകാൻ നേരം അവൻ അമ്മയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. എന്നെ അവർ നിർബന്ധിപ്പിച്ച് മദ്യം കുടിപ്പിച്ചതാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് അവൻ അവന്റെ റൂമിലേക്ക് പോയി. എന്നാൽ മുറിയിൽ കയറിയ ബിജിത്തിനെ ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കളെത്തി കതക് ചവിട്ടി തുറന്നു നോക്കിയപ്പോഴാണ് മുറിയിലെ ശുചിമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ബിജിത്തിനെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ തിരുവല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബിജിത്ത് തിരുവല്ലം വണ്ടിത്തടം MG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തതിന്റെ മനോവിഷമത്തിലാണ് വീട്ടിലെത്തിയ ബിജിത്ത് തൂങ്ങി മരിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. കോളേജിൽ ക്ലാസ് മുറിയിൽ ബിജിത്ത് ഉൾപ്പെടെ 5 പേരെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകൻ പ്രിൻസിപ്പലിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് തിരുവല്ലം പോലീസിലും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെയും വിവരമറിയിച്ചു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് നടപടിയുടെ ഭാഗമായി ബിജിത്ത് ഉൾപ്പെടെ 5 പേരെ സസ്പെൻഡ് ചെയ്തതായി രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി പ്രിൻസിപ്പൽ അറിയിക്കുകയായിരുന്നു. ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധിപ്പിച്ച് മദ്യം കുടിപ്പിച്ച ശേഷം റാഗ് ചെയ്തതിന്റെ മനോവിഷമത്തിലാണ് തങ്ങളുടെ മകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് വീട്ടുകാരുടെ ആരോപണം. എന്നാൽ സ്ഥാപനത്തിൽ റാഗിംഗ് പോലുള്ള സംഭവം നടന്നിട്ടില്ലെന്നും ക്ലാസ് മുറിയിൽ മദ്യപിച്ചതിനെ തുടർന്ന് ബിജിത്ത് ഉൾപ്പെട്ട 5 പേരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നുവെന്നുമാണ് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥിയെ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായിട്ടുമില്ല. അതേസമയം വീട്ടുകാരുടെ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയുടെ ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന മൃതദേഹവുമായി വണ്ടിത്തടത്തെ കോളേജിനു മുന്നിൽ പ്രതിഷേധം നടത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.